എന്റെ രാധിക മോൾക്ക് അത് ചെയ്യാൻ പറ്റില്ല മാഡം. കൊല്ലാൻ കഴിയില്ല അവൾക്ക്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ കരച്ചില. നേരം വെളുത്തപ്പോ എന്നോട് പറഞ്ഞു ഫിദ മാഡത്തിന്റെ അടുത്ത് പോണോന്ന്. ഈ ലോകം മുഴുവൻ ഒന്നിച്ചവളെ കുറ്റപ്പെടുത്തിയാലും ഞാൻ അവളെ വിശ്വസിക്കണമായിരുന്നു. കാരണം അത്രയ്ക്ക് അവൾ എന്നെ വിശ്വസിച്ചിട്ടുണ്ട്. ദൈവത്തിനെ പോലെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവളൊരു ആപത്തുപ്പെട്ടപ്പോ ഞാൻ ഒന്നും ചെയ്തില്ല, രക്ഷിക്കാനും ശ്രമിച്ചില്ല. എന്തിന്? കൺമുമ്പിൽ അവൾ വന്ന് നിന്നപ്പോഴും ആട്ടി ഇറക്കിയതല്ലാതെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു അവസരം പോലും കൊടുത്തില്ല. പാപം, മഹാപാപം. മനസ്സാകെ കലങ്ങിയിരിക്കായിരുന്നല്ലോ. ഞാൻ നിങ്ങളെ ഒരിക്കലും കുറ്റം പറയില്ല. നിങ്ങളുടെ അവസ്ഥയിൽ മറ്റാരായാലും അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. എങ്ങനെയെങ്കിലും അവർ രണ്ടുപേരെയും രക്ഷിക്കണം മാഡം. ജാമ്യം കിട്ടി അവർ പുറത്തു വരണം. ഇത് അന്ന് പണയമെടുത്ത് മേഡം എന്നെ ഏൽപ്പിച്ച ആധാരമാണ്. എന്റെ വീടിന്റെ ആധാരം. വേറെ ഒന്നും എന്റെ കയ്യിലില്ല. ഇത് മാഡം പണയപ്പെടുത്തുകയോ വിൽക്കുകയോ ചെയ്തിട്ട് എന്റെ മോളെ രക്ഷിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. എന്താ തീരുമാനിയത്? ഞാൻ അവളുടെ അമ്മയുടെ സ്ഥാനത്താണെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ? അത് സത്യമാണ്. തിരുമേനിയുടെ ഈ ഒരു ചിന്തയുണ്ടല്ലോ, അത് മാത്രം മതി രാധികമോള് പുറത്തിറങ്ങാനായിട്ട്. കോടതിയിൽ നിന്ന് ഇറങ്ങിയാലും അവള് ഞങ്ങളുടെ മുന്നിലേക്ക് വരുമെന്നറിയില്ല. അത്രയ്ക്ക് വേദനിച്ചിട്ടുണ്ട് അവളുടെ മനസ്സ്. സ്നേഹമുള്ളിടത്ത് വേദന ഉണ്ടാവും. അവള് നിങ്ങളെ വെറുക്കാനോ? അതൊരിക്കലും ഉണ്ടാവില്ല. ആ സ്നേഹത്തിന്റെ ആഴം ഞാൻ കണ്ടിട്ടുള്ളതാ. മോളെ ഇപ്പൊ കോടതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടാവോ? നമുക്ക് അങ്ങോട്ട് പോവാമോ? തിരുമേനി വരണ്ട, വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ. ഇതിന്റെയും ആവശ്യമില്ല. നിങ്ങളുടെ രണ്ടുപേരുടെ സ്ഥാനത്ത് നിന്ന് രാധികയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങള് കോടതിയിലേക്കാ. അങ്ങേക്ക് ഞാൻ വാക്ക് തരുന്നു, രാധികയെ അങ്ങയുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരും.